അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇക്ര വോളെ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് 2024 ഏപ്രിൽ നടന്ന PSC HSA അറബിക്കിൻ്റെ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള അറബിക് പെഡഗോഗി ചോദ്യങ്ങളാണ്. ഏകദേശം 20-നടുത്ത് ചോദ്യങ്ങൾ അറബിക് പെഡഗോഗി ഭാഗത്ത് നിന്ന് മാത്രം വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വീഡിയോയിൽ ഈ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള അറബിക് പെഡഗോഗി ചോദ്യങ്ങൾ പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഖ്തർ അഷാൽ മിന തസ്രീഹി അത്തസ്രീഹാത്തിൽ ആത്തിയ അനി തഖ്വീം. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഒറ്റപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റിനെ തിരഞ്ഞെടുക്കാനാണ്. ഏതുമായി ബന്ധപ്പെട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്? അനി തഖ്വീം. തഖ്വീം എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ. അപ്പോൾ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒറ്റപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ആദ്യം വായിക്കാം. തഖ്വീം അമലിയ മുസ്തമിറ. ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇവാലുവേഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഗാലിബൻ ലാ യഅ്കിസു തഖ്വീം അലാ മുസ്തവൽ ഹഖീഖി ലിത്തുല്ലാബ്. അല മുസ്തവൽ ഹക്കീക്കി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ലെവല്, കുട്ടികളുടെ യഥാർത്ഥ ലെവല് തഖ്വീമിലൂടെ റിഫ്ലക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഒരു തഖ്വീമിലൂടെ മൂല്യനിർണ്ണയത്തിലൂടെ കുട്ടികളുടെ യഥാർത്ഥ ലെവലിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, തഖ്വീം മുർത്തക്കിസുൻ അലൽ അമലിയ. ഇവാലുവേഷൻ ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ വായിച്ചു. നമ്മൾ ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് കുട്ടികളുടെ യഥാർത്ഥ നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഇവാലുവേഷൻ നടത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കുട്ടികളുടെ ലെവൽ എത്രത്തോളം ഉണ്ട്, അവരെത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇവിടെ പറഞ്ഞത് ലാ യഅ്കിസു എന്നാണ്. ആ ഇവാലുവേഷനിലൂടെ അത് റിഫ്ലക്റ്റ് ചെയ്യൂല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. അതുകൊണ്ട് ഇവിടെ ഏതായിരിക്കും ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസറായി വരുന്നത് അല്ലേ? ഒൺലി സെക്കൻഡ്. രണ്ടാമതായി പറഞ്ഞത് മാത്രമാണ് ഇവിടെ ഷാദായ പ്രസ്താവനയായി വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, യുംകിനു ലിൽ മുഅല്ലിമിൽ ഖാദിർ അലാ ഇദാറത്തിൽ ഫസ്ൽ ബി. ഒരു കഴിവുള്ള അധ്യാപകന് തൻ്റെ ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പോയിൻറ്റ്സുകൾ വായിക്കാം. ഒന്നാമത്തേത്, ഇഷ്റാഖുത്തുല്ലാബ് ഫിൽ അൻഷിദത്തി ദിറാസിയ. എന്താണ് ഇഷ്റാഖുത്തുല്ലാബ് എന്ന് പറഞ്ഞാൽ? കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. ഫിൽ അൻഷിദത്തി ദിറാസിയ, പാഠ്യപ്രവർത്തനങ്ങളിൽ, പഠനപരമായിട്ടുള്ള ആക്ടിവിറ്റികളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുക. അത് നല്ലൊരു കാര്യമാണ് അല്ലേ? കുട്ടികളെല്ലാം എന്താണ് നമ്മുടെ പഠന പ്രവർത്തനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു അധ്യാപകന് തൻ്റെ ക്ലാസ്സിനെ നല്ല രൂപത്തിൽ മാനേജ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തേത്, അത്തഹാത്തുബ് ബി അസ്മാഇ തുല്ലാബ്. കുട്ടികളുടെ പേര് വിളിക്കുക. കുട്ടികളുടെ പേര് വിളിക്കുക. മൂന്നാമത്തേത്, കിതാബത്ത് ഉൻവാനുദ്ദർസ് ബി തബ്ഷീർ മുലവ്വൻ എന്ന് പറഞ്ഞാൽ കളർ ചോക്ക് ഉപയോഗിച്ച് കൊണ്ട് പാഠത്തിൻ്റെ ഹെഡിങ് എഴുതുക. ബ്ലാക്ക് ബോർഡിൽ കളർ ചോക്ക് ഉപയോഗിച്ച് കൊണ്ട് എന്ത് ചെയ്യുക? എടുക്കാൻ പോകുന്ന പാഠത്തിൻ്റെ ഹെഡ്ലൈന് എഴുതുക. നാലാമത്തേത്, തഷ്ജീഉ അനാനിയത്ത് തുല്ലാബ് ഫി സൂറത്തിൻ ഈജാബിയ. എന്താണ് അത് പറഞ്ഞത്? തഷ്ജീഉ അനാനിയത്ത് തുല്ലാബ്. അനാനിയത്ത് തുല്ലാബ് എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ സെൽഫിഷ്നെസ്സിനെ എന്ത് ചെയ്യുക? മോട്ടിവേറ്റ് ചെയ്യുക. ഫി സൂറത്തിൻ ഈജാബിയ. ഏത് രൂപത്തിൽ? നെഗറ്റീവായ രൂപത്തിലല്ല, മറിച്ച് പോസിറ്റീവായ രൂപത്തിൽ കുട്ടികളിലുള്ള സെൽഫിഷ്നെസ്സിനെ എന്ത് ചെയ്യുക? മോട്ടിവേറ്റ് ചെയ്യുക. ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് താല്പര്യമുള്ള കുട്ടികളുണ്ടാകും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക? കൂടുതൽ എന്ത് ചെയ്യുക? ആ വിഷയത്തിലേക്ക് എന്ത് ചെയ്യുക? പോസിറ്റീവായ രൂപത്തിൽ അവരിലുള്ള അത്തരം കാര്യത്തെ എന്ത് ചെയ്യുക? പിന്നെ പ്രോത്സാഹിപ്പിക്കുക. ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തേതും രണ്ടാമത്തേതും നാലാമത്തേതും ശരിയാണ്. എന്നാൽ
ഒരു കളർ ചോക്ക് ഉപയോഗിച്ച് കൊണ്ട് ഹെഡ്ലൈൻ എഴുതുമ്പോൾ അത് ആ സമയത്ത് കുട്ടികൾ ഒരുപക്ഷെ അത് നോക്കി നിന്നേക്കാം. പക്ഷേ അത് ഒരു അധ്യാപകന് തൻ്റെ ക്ലാസ്സിനെ ഫുള്ളായിട്ട് മാനേജ് ചെയ്യാൻ എന്തില്ല, അത് സാധിക്കില്ല. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആൻസറായി വരുന്നത് ഓപ്ഷന് ഡി ആണ്. അതായത് 1, 2, 4 ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് നല്ലൊരു അധ്യാപകന് എന്ത് ചെയ്യാൻ പറ്റും, തൻ്റെ ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഖ്തർ അൽ അസഹ് മിന തസ്രീഹ് അത്തസ്രീഹാത്തിൽ ആത്തിയ അൻ മിൻഹാജി ദിറാസി. കരിക്കുലവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിലെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുക. അപ്പോൾ കരിക്കുലവുമായി ബന്ധപ്പെട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നും വായിച്ച് നോക്കാം. ഒന്നാമത്തേത്, ഹുവ നുക്തത്തുൻ ഹവിയ അല്ലത്തി തസിലു തിഫ്ലു ബിൽ ആലമിൽ മുഹീത്ത് ബിഹി. ഒന്നാമത്തേത് ഹുവ നുക്തത്തുൻ ഹവിയ, അത് ജീവസുറ്റ ഒരു പോയിൻ്റാണ്. അല്ലത്തി തസിലു തിഫ്ലു ബിൽ ആലമിൽ മുഹീത്ത് ബിഹി, തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തേക്ക് കുട്ടിയെ എത്തിക്കുന്ന ഒരു ജീവസുറ്റ ഒരു പോയിൻ്റാണ് എന്ത്, കരിക്കുലം എന്ന് പറയുന്നത്. കുട്ടിയെ തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്താൻ പറ്റുന്ന ഒരു നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പോയിൻ്റാണ് എന്ത്, കരിക്കുലം. രണ്ടാമത്തേത്, വഹുവൽ വസീല അല്ലത്തി യസിലു ബിഹ ശഅബു ഇലാ മാ യബ്തഗീഹി മിൻ അഹ്ദാഫിൻ വ ആമാലിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കും ഒരു ജനവിഭാഗത്തിന് എത്താനുള്ള മാർഗമാണ് കരിക്കുലം. വഹുവൽ വസീല, അതൊരു മാർഗമാണ്. അല്ലത്തി യസിലു ബിഹ ശഅബു, ജനത ആ ഒരു മാർഗവുമായി കൊണ്ട് എത്തുന്നു. ഇലാ മാ യബ്തഗീഹി മിൻ അഹ്ദാഫിൻ വ ആമാലിൻ, അവർ ലക്ഷ്യമാക്കിയിരിക്കുന്ന ലക്ഷ്യത്തിലേക്കും അവരുടെ പ്രതീക്ഷയിലേക്കും എത്തിക്കുന്ന ഒരു മാർഗമാണ് കരിക്കുലം. മൂന്നാമത്തേത്, വഹുവൽ വസായിത്തുല്ലത്തി തബ്സുതു ബിഹാ തഅകീദാത്തു തഅലീമുൽ ആദി. തഅലീമുൽ ആദി എന്ന് പറഞ്ഞാൽ റെഗുലർ എഡ്യൂക്കേഷൻ, സാധാരണ നടക്കുന്ന എഡ്യൂക്കേഷൻ. ഈ എഡ്യൂക്കേഷനിൽ വരുന്ന കോംപ്ലിക്കേഷൻസിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് കരിക്കുലം. അപ്പോൾ ഇങ്ങനെ 3 പോയിൻറ്റ്സുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ കരിക്കുലവുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇവിടെ ശരിയായി വരുന്നത്? ഇവിടെ ഒന്നാമത്തേതും രണ്ടാമത്തേതും ശരിയാണ്. എന്നാൽ നമ്മുടെ കരിക്കുലം എന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ പഠനത്തിൽ വരുന്ന കോംപ്ലിക്കേഷൻസിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല, ആണോ? അങ്ങനെ അതിന് നമുക്കൊരു കരിക്കുലത്തെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടീച്ചിങ് എയ്ഡുമായി ബന്ധപ്പെട്ടാണ്. ടീച്ചിങ് എയ്ഡാണ് നമ്മുടെ സാധാരണ വിദ്യാഭ്യാസത്തിൽ വരുന്ന കോംപ്ലിക്കേഷൻസിനൊക്കെ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് വരുന്ന പ്രയാസങ്ങൾ എന്താണ്, അവർക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതിന് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ടീച്ചിങ് എയ്ഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ ടീച്ചിങ് എയ്ഡുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും പോയിന്റുകളാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓൺലി 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ, അദ്ദൽ മുതഅല്ലിം ഫവായിദു സൗറത്തി സിനാഇയ അൽ ഫറൻസിയ ഫി ഇർസായി ഉസസിൽ ഹലാറ ഹസ്ബ നദിരിയത്ത് ബെഞ്ചമിൻ ബ്ലൂം ഹസൽ മുതഅല്ലിം അല ഗറൽ ഔ അഗ്റാൽ. എന്താണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? അദ്ദൽ മുതഅല്ലിം എന്ന് പറഞ്ഞാൽ മുതഅല്ലിം പഠിതാവ് നിർവഹിച്ച് പറയുക എന്നാണ്. നാഗരികതയുടെ അടിസ്ഥാനം ഉസസിൽ ഹലാറ, നാഗരികതയുടെ അടിസ്ഥാനം ഉണ്ടാകുന്നതിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സൗറത്തി സിനായിയ അൽ ഫറൻസിയ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഉപകാരങ്ങൾ എന്തെല്ലാം എന്നാണ് വിദ്യാർത്ഥി ബെഞ്ചമിൻ ബ്ലൂം ടാക്സോണമി പ്രകാരം നിർവഹിച്ച് പറയുന്നത്. ഹസൻ അൽ മുതഅല്ലിം അല ഗറൽ ഐ അൽ അഗ്റാൽ, ഈ ഒബ്ജക്റ്റ് പറയുവാൻ മുതഅല്ലിമിന് എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ നാഗരികതയുടെ അടിസ്ഥാനത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ മുതഅല്ലിമിന് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം. ഫിയത്തുൽ ഫഹ്മി വൽ ഇസ്തിആബ്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. രണ്ടാമത്തേത് ഫിയത്തുൽ മഅരിഫ വ തദക്കുർ, റിമെമ്പറിംഗ് ലെവൽ. മൂന്നാമത്തേത് ഫിയത്തുൽ തത്ബീഖ്, ആപ്ലിക്കേഷൻ ലെവൽ. ഇതിലേതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഫിയത്തുൽ മഅരിഫ വ തദക്കുർ എന്നുള്ളതാണ്. ബ്ലൂമിൻ്റെ ടാക്സോണമിയിൽ 6 സ്റ്റെപ്പുകളാണുള്ളത്. അതിൽ തദക്കുർ റിമെമ്പർ, ഫഹം അണ്ടർസ്റ്റാൻഡ്, തത്ബീഖ് അപ്ലൈ, തഹ്ലീൽ അനലൈസ്, തഖ്വീം ഇവാലുവേഷൻ, അൽ ഇബ്തികാർ ക്രിയേറ്റ്. നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞ ഫഹ്മ്, തത്ബീഖ്, തദക്കുർ എന്നെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി പഠിച്ച ഒരു കാര്യം വീണ്ടും റീകോൾ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് എന്താണ്? നാഗരികതയുടെ അടിസ്ഥാനം ഉണ്ടാകുന്നതിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഉപകാരങ്ങൾ എന്തെല്ലാം എന്നാണ് വിദ്യാർത്ഥി നിർവഹിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ റീകോൾ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ആ നിർവഹിച്ച് പറയാൻ കുട്ടിക്ക് ലഭിച്ചത്, ഇങ്ങനെ നിർവഹിച്ച് പറയാൻ കുട്ടിക്ക് കഴിഞ്ഞത് എന്തിൽ നിന്നാണ്? കുട്ടിയുടെ തദക്കുർ അല്ലേ, റിമെമ്പറിംഗ് ലെവലിൽ നിന്നുകൊണ്ട് കുട്ടി ചിന്തിച്ചത് കൊണ്ടാണ് കുട്ടിക്ക് ഇങ്ങനെ ആൻസർ ചെയ്യുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ബ്ലൂമിൻ്റെ ടാക്സോണമി പ്രകാരം വിദ്യാർത്ഥിക്ക് ഇത് ലഭിച്ചത് എവിടെ നിന്നാണ്? കുട്ടിക്ക് തദക്കുറിൽ നിന്നാണ് അല്ലേ, റിമെമ്പറിംഗിൽ നിന്നാണ് കുട്ടിക്ക് ഇങ്ങനെ പറയുവാൻ സാധിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ന ഹാലത്തുൽ അറബിയ ഫി മദാരിസിന വ ജാമിഅത്തിന ലാ തുബ്ശിറു ബിഖൈർ യുശീറു ഹാദ തസ്രീഹ്. നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും അറബി ഭാഷ ഇപ്പോൾ സന്തോഷകരമായ ഒരു അവസ്ഥയിലല്ല എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷജനകമായ രൂപത്തിലല്ല അറബി ഭാഷാ പഠനം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇന്ന ഹാലത്തുൽ അറബിയ, അറബി ഭാഷയുടെ അവസ്ഥ ഫി മദാരിസിന വ ജാമിഅത്തിന, നമ്മുടെ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും ലാ തുബ്ശിറു ബിഖൈർ, ഒരു സന്തോഷകരമായ രൂപത്തിലല്ല ഉള്ളത്, ഒരു ഹൈറായ രൂപത്തിലല്ല ഉള്ളത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് എന്താണ്? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചോദ്യ പേപ്പറിലെ അധിക ചോദ്യവും വന്നിരിക്കുന്നത് ആദ്യം 2, 3, 4 പോയിന്റുകൾ കൊടുക്കുന്നു. അത് ബേസ് ചെയ്തുകൊണ്ട് വീണ്ടും ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ പോയിന്റുകൾ കൃത്യമായി വായിക്കണം. പോയിന്റുകൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരങ്ങൾ ലഭിച്ചേക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഓപ്ഷനിലേക്ക് പോകണം. ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ തെറ്റാതെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾക്ക് നേരത്തെ കിട്ടിയ പോയിന്റുകൾ വന്നിരിക്കുന്നത് ഏതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് കറക്റ്റ് ആൻസർ ബബിൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന പോയിന്റ്സുകൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് ആദ്യം വായിക്കാം. നദ്റത്തുൽ മുഅല്ലിം അൽ കുഫ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള, നല്ല കപ്പാസിറ്റിയുള്ള അധ്യാപകരുടെ കുറവ്. നദ്റത്ത് പറഞ്ഞാൽ അവരുടെ ഇല്ലായ്മ, നല്ല ക്വാളിറ്റിയുള്ള അധ്യാപകരുടെ ഇല്ലായ്മ. അതാണ് ഒന്നാമത്തെ പോയിന്റായി കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത് അദമുൽ മിൻഹാജുൽ മബ്നി അലാ ഉസസി ഇൽമിയത്തി നഫ്സിയൻ വ തർബവിയൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സൈക്കോളജി. ഇൽമിയ നഫ്സിയ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ബേസിൽ കരിക്കുലം ഇല്ലാത്തത്. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ബേസിലുള്ള കരിക്കുലത്തിൻ്റെ ഇല്ലായ്മ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത് അദമു തഅലീമുൽ ലുഗ ബി ഇഖ്തിലാഖി ബിഅത്തി മുലായിമ, നല്ല സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്ത് ഭാഷ പഠിപ്പിക്കാതിരിക്കുന്നത് കൊണ്ട്, നല്ല എൻവയോൺമെൻറ്റിൽ യോജിച്ച എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഭാഷ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിലേതായിരിക്കും കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങളും ശരിക്കും എന്താണ്, നമ്മുടെ അറബി ഭാഷ പഠനത്തിൻ്റെ ആ ഒരു പുരോഗതിക്ക് കുറവായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ 3 പോയിന്റുകളും ഓക്കെയാണില്ലേ? അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ആൾ ഓഫ് ദി അബോവ്. 1, 2, 3 ഈ 3 പോയിന്റുകളും എന്താണ്? ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫി ഡാഷ് യക്തശിഫു താലിബു മആനി അൽ കലിമാത്തിൽ ജദീദ തിൽക്കായിയൻ മിനൽ മുനാസിബാത്തി വസിയാക്കാത്ത്. എന്താണ് തിൽക്കായിയൻ എന്ന് പറഞ്ഞാൽ? ഓട്ടോമാറ്റിക്കലി,
മിനൽ മുനാസിബാത്തി വസിയാക്കാത്ത് എന്ന് പറഞ്ഞാൽ സന്ദർഭങ്ങളിൽ നിന്ന് അല്ലേ. അപ്പോൾ സന്ദർഭങ്ങളിൽ നിന്ന് പുതിയ വാക്കുകളുടെ അർത്ഥം ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് മെത്തേഡിൽ പഠിപ്പിക്കുമ്പോഴാണ്? സന്ദർഭങ്ങളിൽ നിന്ന് പുതിയൊരു വാക്കിൻ്റെ അർത്ഥം ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നില്ല. കുട്ടി അധ്യാപകൻ്റെ ആ ഒരു അവതരണത്തിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നു. ഇങ്ങനെ കുട്ടി ഒരു പുതിയ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് ഏത് രൂപത്തിൽ പഠിപ്പിക്കുമ്പോഴാണ്? ഓപ്ഷൻ എ ത്വരീഖത്തു തർജുമ, ട്രാൻസ്ലേഷൻ മെത്തേഡ്. ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അല്ലല്ലോ അത് അവിടെ അർത്ഥം കുട്ടി മനസ്സിലാവുന്നത് അല്ലേ. അത് അധ്യാപകൻ തന്നെ എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ട്രാൻസ്ലേഷൻ മെത്തേഡ് അല്ല. അടുത്ത ത്വരീഖത്തു സ്വാമിത, സൈലൻറ്റ് മെത്തേഡ്. അടുത്ത ത്വരീഖത്തുൽ മുബാഷറ, ഡയറക്റ്റ് മെത്തേഡ്. അടുത്തത് ത്വരീഖത്തുൽ മഷ്റൂ, പ്രൊജക്റ്റ് മെത്തേഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ത്വരീഖത്തുൽ മുബാഷറ, ഡയറക്റ്റ് മെത്തേഡിൽ ഭാഷ കൊണ്ട് തന്നെ പഠിപ്പിക്കുമ്പോൾ കുട്ടിക്ക് അവന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എങ്കിൽ ആ സന്ദർഭത്തിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും കുട്ടി എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ വേർഡുകളുടെ മീനിങ് ഒക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മിമ്മ ലാ യുഅദ്ദു മിൻ ഖസായിസി ത്വറായിഖിൽ ഇൽമിയ ലി തഅലീമിൽ ലുഗാത്തിൽ അജ്നബിയ. ലുഗാത്തിൽ അജ്നബിയ എന്ന് പറഞ്ഞാൽ ഫോറിൻ ലാംഗ്വേജ്, വിദേശ ഭാഷ. അപ്പോൾ വിദേശ ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ മെത്തേഡ്സിൻ്റെ പ്രത്യേകതയിൽ പരിഗണിക്കപ്പെടേണ്ടതില്ലാത്ത കാര്യം എന്താണ്? മിമ്മ ലാ യുഅദ്ദുലെ, പരിഗണിക്കപ്പെടേണ്ടതില്ലാത്തത്. മിൻ ഖസായിസി ത്വറായിഖിൽ ഇൽമിയത്തി ലി തഅലീമിൽ ലുഗാത്തിൽ അജ്നബിയ, ഫോറിൻ ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ മെത്തേഡ്സിൻ്റെ പ്രത്യേകതയിൽ പരിഗണിക്കപ്പെടേണ്ടതില്ലാത്ത കാര്യം ഏതാണ്? നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം. തർക്കീസ് അലൽ മുഅല്ലിം, ടീച്ചർ സെൻട്രിക്, അതായത് ടീച്ചറായിരിക്കും പ്രധാന കഥാപാത്രം അല്ലേ, ടീച്ചർ സെൻറ്റേഡ് ആയിരിക്കും, ടീച്ചറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. ഓപ്ഷൻ ബി തർക്കീസ് അല ദാരിസ്, ചൈൽഡ് സെൻറ്റേഡ്. ഓപ്ഷൻ സി തശ്ജീഉ തുല്ലാബ് അല ഇക്തിശാഫിൽ മഅലൂമാത്ത് ബിനഫ്സിഹി, എന്ന് പറഞ്ഞാൽ കുട്ടികളെ എന്ത് ചെയ്യുക, സ്വയം അറിവുകൾ കണ്ടെത്താൻ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ ഡി തശ്ജീഉ തുല്ലാബ് അലൽ ഇസ്തിഫാദത്തി മിനൽ മസാദിരിൽ ഖാരിജിയ ലി മസീദ് മിനൽ മഅലൂമാത്ത്, എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻസ് പ്രയോജനപ്പെടുത്താൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ഇസ്തിഫാദ മിനൽ മസാദിരിൽ ഖാരിജിയ അല്ലെ, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യുക, കൂടുതൽ അറിവുകൾ എന്താണ് നേടുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. കാരണം അധ്യാപകനെ കേന്ദ്രീകൃതമായിട്ട് ടീച്ചർ സെൻട്രിക് എന്ന് പറയുന്നത് ഇവിടെ എന്തല്ല, ഇതിനോട് യോജിച്ച് വരുന്നതല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫി ഡാഷ് തുദ്റസുൽ ഹുറൂഫുൽ ഹിജായിയ അവലൻ സുമ്മ യന്തഖിലു ഇലൽ കലിമാത്തി സുമ്മ ഇലൽ ജുമൽ. ഇതേതാണ്? ഏത് മെത്തേഡിലൂടെ പഠിപ്പിക്കുമ്പോഴാണ് ആദ്യം ഹെറഫുകൾ പഠിപ്പിക്കുന്നു, അതിനുശേഷം കലിമാത്ത്, അതിനുശേഷം ജുംല, ഈ രൂപത്തിൽ പഠിപ്പിക്കുന്നത് ഏത് മെത്തേഡിൽ പഠിപ്പിക്കുമ്പോഴാണ്? ലെറ്റേഴ്സ്, വേർഡ്, സെൻറ്റൻസ്, ഈ രൂപത്തിൽ ഈ ഒരു ക്രമത്തിൽ പഠിപ്പിച്ചു പോകുന്നത് ഏത് മെത്തേഡിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ത്വരീഖത്തുൽ മുഹാദറ, ത്വരീഖത്തു തർക്കീബിയ, ത്വരീഖത്തുൽ മഷ്റൂ, ത്വരീഖത്തു തഅലീലിയ. ഏതാണ് കറക്റ്റ് ആൻസർ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. തർക്കീബിയ, സ്ട്രക്ചറൽ മെത്തേഡ് അല്ലേ. സ്ട്രക്ചറൽ മെത്തേഡിൽ ആദ്യം അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ വേണം, ഹെറഫുകൾ വേണമല്ലേ, അതിനുശേഷമായിരിക്കും കലിമാത്തുകൾ, പിന്നെ എന്ത് ചെയ്യുന്നു, ജുംല. അപ്പോൾ സ്ട്രക്ചർ മെത്തേഡാണ്. ത്വരീഖത്തു തർക്കീബിയാണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബി അയ്യത്തിൻ അലിരിയത്തിൻ തതഅല്ലഖു ഫർളിയാത്തുൽ മുസീർ
വൽ ഇസ്തിജാബ വ തഅസീസ് വൽ ഇക്കാബ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏത് തിയറിയുടെ ഭാഗമാണ്? എന്തൊക്കെ? അൽ മുസീർ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ്, വൽ ഇസ്തിജാബ റെസ്പോൺസ്, വ തഅസീസ് റീഇൻഫോഴ്സ്മെൻറ്റ്, വൽ ഇക്കാബ് പണിഷ്മെൻറ്റ്. ഏത് തിയറിയുടെ ഭാഗമാണ്? പണിഷ്മെൻ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം പണിഷ്മെൻ്റൊക്കെ വരുന്നത് പഴഞ്ച രീതിയാണ് അല്ലേ. അപ്പോൾ പഴഞ്ചനായിട്ടുള്ള ഒരു മെത്തേഡിലൂടെ ഭാഗമാണ് എന്ത്, പിന്നെ ഈ ഒരു ശിക്ഷാരീതിയൊക്കെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഏതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ എ, അന്നളിരിയത്ത് സുലൂക്കിയ. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണല്ലേ. അതായത് നളിരിയത്ത് സുലൂക്കിയ ബിഹേവിയറിസം സിദ്ധാന്തത്തിൻ്റെ ആ തിയറിയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്, വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഖ്തർ അൽ ഖത്ത, തെറ്റായത് തിരഞ്ഞെടുക്കുക. മിന തറാക്കീബിൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹസ്ബൻ നളിരിയത്തിൽ ബന്നായിയ യബിനി ഷഖ്സ് മഅലൂമാത്തുഹു. നളിരിയത്തിൽ ബന്നായിയ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റിവിസം തിയറി. അപ്പോൾ കൺസ്ട്രക്റ്റിവിസം തിയറി പ്രകാരം ഒരാൾ അറിവ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്, അതാണ് സ്ട്രക്ചർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഓപ്ഷനുകൾ നമുക്ക് വായിക്കാം. ബി തഫാഉലി മഅൽ ബീഅത്തിൽ മുഹീതത്തും ബിഹി. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? തൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയുമായി ഇൻട്രാക്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഒരു വ്യക്തി അറിവുകളെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഇത് ശരിയല്ലേ? ഇത് ശരിയാണല്ലേ. അടുത്ത ഓപ്ഷൻ, ബി വലിഹ മർത്തബത്തുൻ മഅലദൈഹി മിൻ മഅലൂമാത്തി സാബിക. തൻ്റെ അടുത്തുള്ള പ്രീവിയസ് നോളജ് കൃത്യമായി അടുക്കി വെച്ചുകൊണ്ട്, അതായത് തൻ്റെ അടുക്കലുള്ള പ്രീവിയസ് നോളജിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, അറിവിനെ പടുത്തുയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതും എന്താണ്? കൺസ്ട്രക്റ്റിവിസം തിയറി പ്രകാരം ഒരാൾ അറിവ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടി തന്നെയാണല്ലേ. തൻ്റെ അടുക്കലുള്ള പ്രീവിയസ് നോളജിനെ, പ്രീവിയസ് ആയിട്ട് താൻ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അടുക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അറിവിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബിയും എന്താണ്? കറക്റ്റാണ്. ഇനി ഓപ്ഷൻ സി, ബിൽ മുഹാവലത്തി വൽ ഖത, ട്രയൽ ആൻഡ് എറർ പ്രകാരം. എന്താണ് ട്രയൽ ആൻഡ് എറർ? ശ്രമപരാജയത്തിലൂടെയാണ്. ഓപ്ഷൻ ഡി, അൽ ഇസ്തിആബ് വൽ ഇക്കാമ എന്ന് പറഞ്ഞാൽ അസിമിലേഷൻ ആൻഡ് അക്കമഡേഷൻ. ഒരു കുട്ടി കാര്യങ്ങൾ ഗ്രഹിക്കുകയും അത് നിലകൊള്ളുകയും ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തെറ്റായി വന്നിരിക്കുന്നത് ഏതാണ്? ബിൽ മുഹാവലത്തി വൽ ഖത, ട്രയൽ ആൻഡ് എറർ. അപ്പോൾ ട്രയൽ ആൻഡ് എറർ എന്നുള്ളത് എന്തല്ല? അത് കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ടതല്ല. അത് തോണ്ടേക്കിൻ്റെ എന്താണ് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് ട്രയൽ ആൻഡ് എറർ അല്ലേ. തോണ്ടേക്ക് ഏത് സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്? തോണ്ടേക്ക് നളിരിയത്ത് സുലൂക്കിയ, ബിഹേവിയറിസത്തിൻ്റെ ആളാണ്. അപ്പോൾ ബിഹേവിയറിസവും അതേപോലെ തന്നെ നളിരിയത്തുൽ ബന്നായിയും തമ്മിൽ എന്താണ്? വലിയ വ്യത്യാസം തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? ഒരിക്കലും എന്തല്ല, നളിരിയത്തുൽ ബന്നായുമായിട്ട് യോജിക്കുന്നതല്ല എന്ത്, നളിരിയത്ത് സുലൂക്കിയ. നളിരിയത്ത് സുലൂക്കിയ അതായത് ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നളിരിയത്തു ഷർത്തിയ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അത് ആരാണ് അതിൻ്റെ ആൾ? പാവ്ലോവാണ്. അതേപോലെ തഅലീം ബിൽ മുഹാവലത്തി വൽ ഖത, നമ്മുടെ ഓപ്ഷനിൽ കാണുന്ന മുഹാവലത്ത് വൽ ഖത, ശ്രമപരാജയം, ട്രയൽ ആൻഡ് എറർ, അത് തോണ്ടേക്കിൻ്റേതാണ്. അതുപോലെ തന്നെ അൽ ഇഷ്റാത്ത് സ്കിന്നർ, ഓപ്പറൻ്റ് കണ്ടീഷനിങ്, സ്കിന്നറിൻ്റെ ഓപ്പറൻ്റ് കണ്ടീഷനിങ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നളിരിയത്ത് സുലൂക്കിയയുടെ ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യജറുൽ മുദർരിസ് വ തുല്ലാബ ഇല ഫിർക്കിൻ മുഖ്തലിഫ. അധ്യാപകൻ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു? പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. ഓ യത്ലുബു മിനൽ ഫിർക്കത്തിൽ ഊല, ഒന്നാമത്തെ ഗ്രൂപ്പിൽ നിന്ന് ആവശ്യപ്പെടുന്നു ലി തഖൂമ ബി തഹ്രീരിൽ മസ്രഹിയ, ഒരു ഡ്രാമ എന്ത് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. വൽ ഫിർക്കത്തി സാനിയ തഖൂമു ബി ഇഅദാദിൽ മസ്രഹ്, ആ നാടകം അവതരിപ്പിക്കാനുള്ള ഒരു വേദി തയ്യാറാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. വസാലിസ, മൂന്നാമത്തെ ഗ്രൂപ്പിനോട് തഖൂമു ബി തംസീലിഹ അലൽ മസ്രഹ്, നാടകം അഭിനയിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. വറാബിഅ, നാലാമത്തെ ഗ്രൂപ്പിനോട് തഖൂമു ബി തഹ്ലീലിഹ വ ഇന്തിഖാദിഹ, അതിനെ അനലൈസ് ചെയ്യാനും
നിരൂപണം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. വയത്തലുബു മിനൽ ജമിയ മുഴുവൻ ഗ്രൂപ്പുകാരോടും ആവശ്യപ്പെടുന്നു അൻ യസ്തഖ്ദിമു ലുഗത്തിൽ അറബിയ ലിത്തവാസുലി അസ്നാ നഷാത്ത്. ഈ ആക്ടിവിറ്റിക്കിടയിൽ എല്ലാവരും അറബിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ലി അയ്യ ത്വരീഖത്തിൻ തദ്രീസിയ ലാ യുംകിനു അൻ യുഅ്തബറ ഹാദ നഷാത്ത് മിസാലൻ. ഏത് പഠന മെത്തേഡിന് ഉദാഹരണമായാണ് നമുക്ക് ഇതിനെ പറയാൻ പറ്റാത്തത്? ലി അയ്യ ത്വരീഖത്തിൻ തദ്രീസിയ ലാ യുംകിനു നമുക്ക് സാധിക്കാത്തത് അൻ യുഅ്തബറ ഹാദ നഷാത്ത് മിസാലൻ. ഈ ഒരു ആക്ടിവിറ്റി ഉദാഹരണമായിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത ടീച്ചിങ് മെത്തേഡ് ഏതാണ്? ഓപ്ഷനുകൾ വായിക്കാം. എന്താണ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്? ത്വരീഖത്തു തദ്രീസ് അൻ ബുഅദ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ത്വരീഖത്തുൽ മഷ്റൂ പ്രൊജക്ട് മെത്തേഡ്, ത്വരീഖത്തു തഅല്ലുമു തശാറുക്കി കൊളാബറേറ്റീവ് മെത്തേഡ്, ത്വരീഖത്തുൽ ലാബ് പ്ലേ വേ മെത്തേഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? ത്വരീഖത്തു തദ്രീസ് അൻ ബുഅദിലെ വളരെ സിമ്പിളാണ്. കാരണം ഇത്തരം ആക്ടിവിറ്റികൾ എന്താണ് ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ ഡിസ്റ്റൻസ് ആയിക്കൊണ്ടുള്ള ഒരു പഠനത്തിലൂടെ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അത്തരം ഒരു പഠനത്തിന് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഉദാഹരണമായിക്കൊണ്ട് പറയുവാൻ സാധ്യമല്ല. എന്നാൽ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ലേണിങ്ങിൻ്റെ വിഷയത്തിലാവട്ടെ, പ്ലേവേയുടെ വിഷയത്തിലാവട്ടെ, എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് ഒരു ഉദാഹരണമായിക്കൊണ്ട് പറയുവാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, മൻ ഹുവ വാലിഉ നളിരിയത്തു തകീഫുൽ ക്ലാസിക്കി ഫി തർബിയത്തി വ തഅലീം. എഡ്യൂക്കേഷനിലെ ക്ലാസിക്കൽ മെത്തേഡിൻ്റെ വാലി ആയിക്കൊണ്ട് അറിയപ്പെടുന്നത് ആരാണ്? ക്ലാസിക്കൽ മെത്തേഡിൻ്റെ വാലി ആയിക്കൊണ്ട് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ BF സ്കിന്നർ, ഓപ്ഷൻ ബി ഇവാൻ തോണ്ടക്, ഓപ്ഷൻ സി ഇവാൻ പാവ്ലോവ്, ഓപ്ഷൻ ഡി ജീൻ പിയാഷെ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നളിരിയത്തു തകീഫ് ക്ലാസിക്കി, അതിൻ്റെ ആള് ഇവാൻ പാവ്ലോവ്. ഈ ക്ലാസിക്കൽ മെത്തേഡിന് നളിരിയത്തു പാവ്ലോവ് എന്ന് പറയും. അതേപോലെ തന്നെ നളിരിയത്തു അൽ ഇർത്തിബാത്തു ഷർത്തി എന്ന പേരുണ്ട്. അതേപോലെ തന്നെ നളിരിയത്തു തകീഫുൽ ക്ലാസിക്കി എന്ന പേരുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഖ്തർ മിനൽ ആതിയ മാ ലാ യുഅദ്ദു മിൻ ഫർളിയാത്തി അൽ ഇത്തിജാഹി ത്വബീഇ. അൽ ഇത്തിജാഹു ത്വബീഇ എന്ന് പറഞ്ഞാൽ നേച്ചുറൽ അപ്രോച്ച്. അപ്പോൾ ഭാഷാ പഠനത്തിൽ നേച്ചുറൽ അപ്രോച്ചിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ എണ്ണാൻ പറ്റാത്തത് ഏതാണ്? അല്ലെങ്കിൽ അടിസ്ഥാന അനുമാനങ്ങളിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റാത്തത് ഏതാണ്? ഈ ഒരു ചോദ്യം ഫർളിയാത്ത് ഇത്തിജാഹു ത്വബീഇ, ഹൈപ്പോത്തിസിസ് ഓഫ് നാച്ചുറൽ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് 5 അപ്രോച്ചസിനെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 5 അപ്രോച്ചസിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഈ 5 അപ്രോച്ചസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫർളിയാത്തു തഅല്ലും ഔ ഇക്തിസാബ് ഔ തഹ്സീൽ, അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തിസിസ്. അതേപോലെ തന്നെ ഫർളിയാത്തുൽ മുറാക്കബ മോണിറ്റർ ഹൈപ്പോത്തിസിസ്. മൂന്നാമത്തേത് ഫർളിയത്തു നിലാമു ത്വബീഇ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തിസിസ്. നാലാമത്തേത് ഫർളിയത്തു അൽ ഇദ്ഖാൽ ഔ മുദ്ഖലാത്ത് ഇൻപുട്ട് ഹൈപ്പോത്തിസിസ്. അഞ്ചാമത്തേത് ഫർളിയത്തു മുറശ്ശഹ് ആതിഫി അഫക്റ്റീവ് ഫിൽറ്റർ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഈ 5 ഹൈപ്പോത്തിസിസിൽ വരാത്തത് നമ്മുടെ ഓപ്ഷൻ ഡി ആണല്ലേ, ഫർളിയത്തുൽ മുഖ്റജാത്ത് ഔട്ട്പുട്ട് ഹൈപ്പോത്തിസിസ് എന്നുള്ളത് നാച്ചുറൽ അപ്രോച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ കാണാത്തതാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഖ്തർ മിനൽ ആതിയ മാ ലാ യുഅദ്ദു മിനൽ ഇത്തിജാഹാത്തിൽ മുഖ്തലിഫ ലി ടെക്നോളജിയ തർബവിയ. എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ വിവിധ അപ്രോച്ചുകളിൽ പരിഗണിക്കേണ്ടതില്ലാത്തത് ഏതാണ്? അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ അപ്രോച്ചുകളാണ് താഴെ ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത്. അതിൽ പരിഗണിക്കേണ്ടതില്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇത്തിജാഉൽ ഖർദവി ഹാർഡ്വെയർ അപ്രോച്ച്, ഓപ്ഷൻ ബി ഇത്തിജാഉൽ ബർനാമിജി സോഫ്റ്റ്വെയർ അപ്രോച്ച്, ഓപ്ഷൻ സി ഇത്തിജാഉൽ ജാനിബി പാർഷ്യൽ അപ്രോച്ച്,
ഓപ്ഷൻ ഡി ഇത്തിജാ ഉൻ നിലാമി സിസ്റ്റം അപ്രോച്ച്. ഇതിൽ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, പാർഷ്യൽ അപ്രോച്ച്. ഇത്തിജാ ഉൽ ജാനിബിയാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ ഇത്തിജാഹാത്തു ടെക്നോളജിയ തർബവിയ, അപ്രോച്ചസ് ഇൻ എഡ്യൂക്കേഷൻ ടെക്നോളജി. എഡ്യൂക്കേഷൻ ടെക്നോളജിയിലെ ചില അപ്രോച്ചസുകളെ കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. അതറിയുമ്പോഴാണ് നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഒന്നാമത്തേത് ഹാർഡ്വെയർ അപ്രോച്ച്, ഇത്തിജാ ഉൽ ഹർദവി. ഇവിടെ ഇസ്തിഖ്ദാം അൽ ആലാത്തു ടെക്നോളജിയ ഫി തർബിയ, വിദ്യാഭ്യാസത്തിൽ എന്ത് ചെയ്യുന്നു, വിവിധ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ക്ലാസ് റൂം അധ്യാപകർക്ക് ചിന്തിക്കാനുള്ള പുതിയ വഴികളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നിർദ്ദേശിക്കുന്നത്. പഠനത്തിൽ പുതിയ ഗാഡ്ജറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിനാൽ അധ്യാപകൻ്റെ ജോലിയും ചുമതലയും ബഹുമുഖമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഇതാണ് ഹാർഡ്വെയർ അപ്രോച്ച് അഥവാ ഇത്തിജാ ഉൽ ഹർദവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അൽ ഇത്തിജാഹുൽ ബർനാമിജി. ഇവിടെ അസാസ് ഇൽമുൻ നഫ്സ് തർബവി. ഇവിടെ പ്രധാനമായിട്ടും എന്താണ്, ഇൽമുൻ നഫ്സ് തർബവി, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യണത്, പഠനം നടക്കുന്നത്. ഇവിടെ പഠനത്തിന് ഫിലിം, അതേപോലെ തന്നെ ഫ്ലാഷ് കാർഡുകൾ, ടേപ്പുകൾ എന്നിവയെല്ലാം എന്ത് ചെയ്യുന്നു, ഒരു അധ്യാപകൻ ഉപയോഗിക്കുകയും അധ്യാപകന് മികച്ച അധ്യാപനം ആസൂത്രണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അത് മികച്ച പഠനത്തിലേക്ക് നയിക്കുവാനും സാധിക്കും. അപ്പോൾ ഇത്തിജാ ഉൽ ബർനാമിജി സോഫ്റ്റ്വെയർ അപ്രോച്ച്. അടുത്തതാണ് സിസ്റ്റം അപ്രോച്ച്. ഇവിടെ ഇത്തിജാ ഉൻ നിലാമി എന്നാണ് അതിന് അറബിയിൽ പറയുക. വിദ്യാഭ്യാസത്തെ ഒരു സംവിധാനമായി കാണുകയും കാര്യക്ഷമമായും സാമ്പത്തികവുമായും എന്ത് ചെയ്യുന്നു, വിദ്യാഭ്യാസ സമ്പ്രദായം രൂപപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു മാർഗമാണ് എന്ത്, സിസ്റ്റം അപ്രോച്ച്. അപ്പോൾ ഇതെല്ലാം പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ അപ്രോച്ചുകളാണ്. അപ്പോൾ ഈ അപ്രോച്ചിൽ വരാത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാർഷ്യൽ അപ്രോച്ച് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഹ്ദ അൽ മഅലൂമാത്തിൽ മദ്കൂറ അദിനാഹു ഗൈറ സഹീഹ അൻ ഇസ്തിഖ്ദാമിൽ ഫീഡിയോ അസ്നാ തദ്രീസ് മാഹിയ. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനുകളിൽ ഒന്ന് ക്ലാസ്സിനിടയിൽ വീഡിയോ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഓപ്ഷൻ എ ഹുവ മിസാലുൻ ലി ഇസ്തിഖ്ദാമി തഅദ്ദുദുൽ വസായിദ്, മൾട്ടിമീഡിയ ഉപയോഗിക്കുന്നതിന് ഒരു ഉദാഹരണമാണ് ക്ലാസ്സിനിടയ്ക്ക് വീഡിയോസ് ഉപയോഗിക്കുക എന്നുള്ളത്. അത് ശരിയാണല്ലേ. രണ്ടാമത്തേത് ഹുവ മിസാലുൻ ലി ഇസ്തിഖ്ദാമി അൽ അദവാത്തി സം ബസരിയ എന്ന് പറഞ്ഞാൽ സംഇയ ബസരിയ അല്ലേ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണിത്. ഇതും ശരിയാണല്ലേ. വീഡിയോ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഓഡിയോ വിഷ്വൽ എയ്ഡ് ഉപയോഗിക്കുന്നതിന് സമാനമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. മൂന്നാമത്തേത് ഹുവ മിസാലുൻ ലി ഇസ്തിഖ്ദാമി അൽ വസായിൽ ഗൈറ ജസാബ, അനാകർഷണീയമായിട്ടുള്ള ഒരു ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. കുട്ടികൾക്ക് അട്രാക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ അല്ലാത്ത നോൺ അട്രാക്റ്റീവായ ഒരു ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുന്നതിനുള്ള ഉദാഹരണമാണ് ക്ലാസ്സിനിടയിൽ വീഡിയോസ് ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് തെറ്റാണ്. നാലാമത്തേത് യുബഅദുൽ മലലു അനി തുല്ലാബി വയുജ്സബു ഇഹ്തിമാമഹും, ഇത്തരം വീഡിയോസ് ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, അവരിലെ മടുപ്പിനെ മാറ്റുവാനും അവരുടെ ശ്രദ്ധ ആകർഷിക്കുവാനും സാധിക്കുന്നു. ഇതും ശരിയാണ്. അപ്പോൾ ഏത് മാലൂമാത്താണ് ഇവിടെ തെറ്റായി വന്നിരിക്കുന്നത്? ഇവിടെ തെറ്റായി വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണല്ലേ. നമ്മൾ മൾട്ടിമീഡിയ ഉപയോഗിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് ക്ലാസ് കൂടുതൽ അട്രാക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്, അതല്ലാതെ നോൺ അട്രാക്റ്റീവ് ആവുകയല്ല ചെയ്യുന്നത്. തഖ്സിമു ഹുഖൂഖ് അൽ അത്ഫാൽ ബിഖുസൂസി തഅലീം ഇലാ സലാസി മനാതിഖിൻ ഹാമ മാഹിയ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ റൈറ്റിനെ, കുട്ടികളുടെ അവകാശത്തെ 3 പ്രധാന ഏരിയയായി തിരിച്ചിരിക്കുന്നു. അത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ലഭിക്കേണ്ട അവകാശത്തെ പ്രധാനപ്പെട്ട 3 മനാത്തിക്കായി തിരിച്ചിരിക്കുന്നു. അത് ഏതാണ്? അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ലഭിക്കേണ്ട റൈറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം ഒരു ചോദ്യത്തിന് ആൻസർ എഴുതുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ അൽ മുഷാറക്ക, മുഷാറക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിസിപ്പേഷൻ. അതേപോലെ തൗഫീർ എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ. അതേപോലെ തന്നെ ഹിമായ, പ്രൊട്ടക്ഷൻ. രണ്ടാമത്തേത് മുഷാറക്ക, തന്മിയ, ഗ്രോത്ത്. തൗജീഹ്, ഗൈഡൻസ്. അടുത്ത ഓപ്ഷൻ വന്നിരിക്കുന്നത് തന്മിയ, ഗ്രോത്ത്, പ്രൊട്ടക്ഷൻ, തക്ദീം, പ്രസൻറ്റേഷൻ. അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ഇവിടെ പോയിൻറ്റ്സുകളായി കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ആർട്ടിക്കിൾ 2, ആർട്ടിക്കിൾ 12, ആർട്ടിക്കിൾ 23, അതേപോലെ തന്നെ ആർട്ടിക്കിൾ 5 ഇതിലെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കും. ആർട്ടിക്കിൾ 2-ൽ പറഞ്ഞിരുന്നത് എന്താണ്? റൈറ്റ് ടു പ്രൊട്ടക്ഷൻ. അവർക്ക് പ്രൊട്ടക്ഷൻ വേണം, അല്ലേ? അതാണ് ഹിമായ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 12-ൽ എന്താണ് പറയുന്നത്? റൈറ്റ് ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി, റൈറ്റ് ഫോർ പ്രസൻറ്റ് വ്യൂസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ എന്താണ് അവതരിപ്പിക്കുന്നതിനുള്ള അവസരം നൽകുക, അല്ലേ? ആർട്ടിക്കിൾ 23 റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ, അവർക്കെന്താണ് പിന്നെ പങ്കാളിത്തത്തിനുള്ള, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് മുഷാറക്ക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആർട്ടിക്കിൾ 5-ൽ പറഞ്ഞിരിക്കുന്നു റൈറ്റ് ഫോർ ഡയറക്ഷൻ ആൻഡ് ഗൈഡ്, അവർക്കെന്ത് വേണം? പിന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള, ദിശക്കും മാർഗനിർദ്ദേശത്തിനുമുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് അവർക്ക് ലഭിക്കേണ്ട റൈറ്റായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ മുഷാറക്ക, അതായത് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതേപോലെ തന്നെ തൗഫീർ, അവർക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഹിമായ, അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. ഗ്രോത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? ഗ്രോത്ത്, തൗജീഹ്, ഗൈഡ് ലൈനിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. തക്ദീം, പ്രസൻറ്റേഷനുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 പോയിന്റിൽപ്പെട്ട കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചോദ്യം വായിച്ചാൽ അവിടെ പ്രത്യേകം കൊടുത്തിരിക്കുന്നു ഇലാ സലാസി മനാത്തിക്കിൻ ഹാമ. സലാസ് മനാത്തിക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ മുഷാറക്ക നമ്മൾ വായിച്ചു, തൗഫീർ, ഹിമായ, തന്മിയ, തക്ദീം, ഇതെല്ലാം നമ്മൾ തൗജീഹ് എല്ലാം വായിച്ചു. പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് എന്താണ്? 3 പ്രധാനപ്പെട്ട ഏരിയയെക്കുറിച്ചാണ് പറയുന്നത്. സലാസ് മനാത്തിക്കിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ സലാസ് മനാത്തിക്ക് ഏതാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അത് നമുക്ക് തന്നെ കാണുവാൻ സാധിക്കും. ദ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ്, ദ 3 P's. 3 Pകൾ, പ്രധാനപ്പെട്ട 3 Pകളാണ് എന്ത് അവരുടെ പ്രധാനപ്പെട്ട റൈറ്റായിട്ട് കാണുവാൻ സാധിക്കുന്നത്. അതേതൊക്കെയാണ്? പ്രൊട്ടക്ഷൻ, പ്രൊവിഷൻ, അതേപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ. ഈ 3 കാര്യങ്ങളാണ്. അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ? അൽ മുഷാറക്ക, തൗഫീർ, ഹിമായ, ഈ 3 കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഖ്തർ അസ്സഹീഹ മിന തസ്രീഹാത്തിൽ ആത്തിയ അന്നിൽ ഖിറാഅത്തി സക്കാലിയ. എന്താണ് ഖിറാഅത്ത് സക്കാലിയ? സക്കാലിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്കഫോൾഡിംഗ്, അല്ലേ? കൈത്താങ് വായന. അങ്ങനെ ഒരു വായന ഉണ്ടോ? അത്തരം ഒരു വായനയുമായി ബന്ധപ്പെട്ട് വരുന്ന ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു വായന ശരിക്ക് പഠിച്ചിട്ടില്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യും? ഓപ്ഷനുകൾ ഒന്ന് വായിച്ച് നോക്കാം. ഓപ്ഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പോയിന്റ്സ് എന്താണ്? ഒന്നാമത്തെ പോയിന്റ്, യുഷാത്തിറുദ്ദാരിസു അൽ മുദരിസി മആനി അൽ കലിമാത്തി സഹില. യുഷാത്തിറുദ്ദാരിസു, പഠിതാവ് ഷെയർ ചെയ്യുന്നു, അൽ മുദരിസി, അധ്യാപകൻ്റെ കൂടെ, മആനി അൽ കലിമാത്തി സഹില, ഈസി ആയിട്ടുള്ള കലിമത്തുകൾ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു, അതിൻ്റെ ആശയങ്ങൾ ഷെയർ ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ്, യുഷാത്തിറുദ്ദാരിസു അൽ മുദരിസി മആനി അൽ കലിമാത്തിൽ ഉവൈസ. കലിമാത്തിൽ ഉവൈസ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടായ വേർഡ്. ഡിഫിക്കൽട്ടായ വേർഡിൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്യുന്നു? വിദ്യാർത്ഥി അധ്യാപകനുമായിട്ട് ഷെയർ ചെയ്യുന്നു. മൂന്നാമത്തേത്, യുഷാത്തിറുദ്ദാരിസു അൽ മുദരിസി മആനിൽ മുഫ്രദാത്ത് ഫിൽ ഫുർഖി
അസ്ന അൽ ഖിറാ വായനക്കിടയിൽ വിദ്യാർത്ഥി മുഫ്രദാത്തിൻ്റെ ആശയങ്ങൾ അർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഒരു സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൈത്താങ്ങാണ്. അപ്പോൾ കൈത്താങ്ങ് കിട്ടേണ്ടത് സ്വാഭാവികമായിട്ടും എന്താണ്, എളുപ്പമുള്ള വാക്കിനോ അല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തുകൊണ്ട് അങ്ങനെയൊന്നുമല്ല അല്ലേ. കുട്ടിക്ക് പ്രയാസമായിട്ടുള്ളൊരു കാര്യത്തിനാണ് സ്വാഭാവികമായിട്ട് കുട്ടിക്ക് എന്ത് വേണ്ടത്, അധ്യാപകനിൽ നിന്ന് ഒരു കൈത്താങ്ങ് ആവശ്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് രണ്ടാമത്തെ പോയിൻ്റാണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ പരീക്ഷ ആൻസർ കീ വന്നപ്പോഴും ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്, ഒള്ളി 2, രണ്ടാമത്തെ പോയിൻ്റ് മാത്രമാണ് ശരി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടാമത്തെ പോയിൻ്റ് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. പ്രയാസമുള്ള കലിമത്തിൻ്റെ ആശയങ്ങളാണ് കുട്ടിക്ക് ആവശ്യം, അതിനാണ് കുട്ടിക്കൊരു സപ്പോർട്ട് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷന് എ ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഖ്തർ അസ്സഹീഹ മിന തസ്രീഹാത്തിൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയായത് എഴുതുക. എന്താണ്, മാഹിയ മീസത്തുൽ മിൻഹാജ് ദിറാസിയ മുത്തബഅ ഹാലിയൻ, കറൻ്റിലി ഫോളോ ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന കരിക്കുലത്തിൻ്റെ സവിശേഷതയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില പോയിൻറ്റ്സാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ കറക്റ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. മീസത്തുൽ മനാഹിജ് ദിറാസിയ മുത്തബിയ ഹാലിയൻ, കറൻ്റിലി നമ്മൾ ഫോളോ ചെയ്യുന്ന കരിക്കുലത്തിൻ്റെ സവിശേഷതയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉത്തരം കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ പോയിൻ്റ്, അത്തർക്കീസു അലൽ ഇൻജാസാത്തി തഅലീമിയ ലദ ദാരിസീന അലാ സത്ഹിൽ അഖിലി വൽ അമലി. എന്താണ് പറഞ്ഞിരിക്കുന്നത്, കുട്ടിയുടെ ആക്ടിവിറ്റി ആൻഡ് കൊഗ്നിറ്റീവ് മേഖലയിലുള്ള പഠന നേട്ടങ്ങളെ കേന്ദ്രീകരിക്കുക. അത്തർക്കീസ് കേന്ദ്രീകരിക്കുന്നു, അല ഇൻജാസാത്ത് തലീമിയ പഠന നേട്ടങ്ങൾ. എങ്ങനെ, ലദ ദാരിസീന വിദ്യാർത്ഥിയുടെ അടുക്കലുള്ള പഠന നേട്ടങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു. അല സത്ഹിൽ അഖിലി വൽ അമലി അവരുടെ ആക്ടിവിറ്റി ആൻഡ് കോഗ്നിറ്റീവ് മേഖലയിലുള്ള പഠന നേട്ടങ്ങളെ കേന്ദ്രീകരിക്കുന്നു. രണ്ടാമത്തേത്, അത്തർക്കീസ് അല തൻഷിയത്തി ദാരിസ് ഇജ്തിമാഇയൻ വിഫ്കൻ അല ഇക്തിസാബിൽ മആരിഫ് അൻ ത്വരീഖ് ദിറാസിയ തശാറുക്കിയ. തർക്കീസ് കേന്ദ്രീകരിക്കുന്നു അല തൻഷിയത്തി ദാരിസ് കുട്ടിയെ രൂപപ്പെടുത്തുന്നതിൽ, ഇജ്തിമാഇയൻ എങ്ങനെ സാമൂഹികമായിട്ട് രൂപപ്പെടുത്തുന്നതിൽ കേന്ദ്രീകരിക്കുന്നു. അതിനുള്ള അറിവ് കുട്ടിക്ക് എങ്ങനെ ലഭിക്കുന്നത്, വിഫ്കൻ അല ഇക്തിസാബിൽ മആരിഫ് അൻ ത്വരീഖ് ദിറാസിയ തശാറുക്കിയ കുട്ടിയുടെ കൊളാബറേറ്റീവ് ലേണിങ്ങിൽ നിന്ന് അവൻ നേടിയെടുത്ത അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നു, അൽ കായിം അൽ നദിരിയത്തുൽ ബന്നായിയ ഇൽമിയ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയിൽ നിലകൊണ്ടുകൊണ്ട്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്, ഈ മൂന്ന് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതും ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന കരിക്കുലത്തിൻ്റെ ഭാഗമായി വരുന്നതുമാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ആൾ ഓഫ് ദി അബോ എന്നതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാഹിയ അൽ മൻഹജുൽ ബന്നായിയ ഇൽമിയ ഹക്കീക്കിയൻ. എന്താണ് പറയുന്നത്, യഥാർത്ഥത്തിൽ എന്താണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ബേസിലെ ഒരു കരിക്കുലം എന്ന് പറയുന്നത് എന്താണ്? കൺസ്ട്രക്റ്റിവിസം ബേസിലെ ആ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കരിക്കുലം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സുകൾ എന്തെല്ലാമാണ്, യുംകിനു ബിനാഉൽ മഅലൂമാത്ത് തൊബീഇയ്യൻ ബിവാസിതത്തി അൽ അൻഷിദത്തി ദിറാസിയ പഠന പ്രവർത്തനങ്ങളിലൂടെ നൈസർഗികമായി അറിവുകൾ ഫോം ചെയ്യാൻ പറ്റും. അത് ശരിയാണ് അല്ലേ. യുംകിനു ബിനാഉൽ മഅലൂമാത്ത് അറിവുകളെ ഫോം ചെയ്യാൻ സാധിക്കുന്നു. തൊബീഇയ്യൻ നൈസർഗികമായിട്ട് തന്നെ, ബിവാസിതത്തി അൽ അൻഷിദത്തി ദിറാസിയ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്. രണ്ടാമത്തെ പോയിന്റ്, ബിനാഉൽ മഅലൂമാത്ത് ദാരിസ് അൽ മുക്തസിബ മാ ബിഅത്തിൽ അഫ്കാരി വൽ മആനിൽ മുത്തവഫിറ എന്ന് പറഞ്ഞാൽ തൻ്റെ ചുറ്റുപാടുമുള്ള ചിന്താമണ്ഡലത്തിൽ നിന്നും ലഭ്യമായ ആശയങ്ങളാലും കരസ്ഥമാക്കിയ ഇൻഫർമേഷൻ അവനെന്ത് ചെയ്യുന്നു, ഫോം ചെയ്യാൻ സാധിക്കുന്നു. ബിനാഉൽ മഅലൂമാത്ത് ദാരിസ് അൽ മുക്തസിബ വിദ്യാർത്ഥി കരസ്ഥമാക്കിയിട്ടുള്ള അറിവിനെ ഫോം ചെയ്യാൻ അവന് സാധിക്കും. എങ്ങനെ, മാ ബിഅത്തിൽ അഫ്കാർ അവൻ്റെ ചിന്താമണ്ഡലത്തിൽ നിന്നും
അതുപോലെ തന്നെ വ മആനി അൽ മുത്തവഫിറ, അവൻ കരസ്ഥമാക്കിയിട്ടുള്ള, അവന് ലഭ്യമായിട്ടുള്ള അവൈലബിലിറ്റിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവനിതെല്ലാം ഫോം ചെയ്യാൻ സാധിക്കുന്നു. മൂന്നാമത്തേത് ലാ ഹാജത ഇലാ മഅരിഫത്തി സാബിക, കൺസ്ട്രക്റ്റിവിസത്തിന് അല്ലെങ്കിൽ അത്തരമൊരു കരിക്കുലത്തിൽ പ്രീവിയസ് നോളജിൻ്റെ ആവശ്യം ഇല്ല. പ്രീവിയസ് നോളജിൻ്റെ ആവശ്യം ഇല്ല. അത് എന്താണ്? തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഹാജത്ത് ഇലാ മഅരിഫത്തി സാബിക എന്ന് പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വിദ്യാർത്ഥി എന്താണ്, അവൻ മനസ്സിലാക്കിയതിൽ നിന്ന്, ആ ഒരു ബേസിൽ നിന്ന് കൊണ്ടാണ് എന്ത് ചെയ്യണത്, അറിവിനെ അവൻ ഫോം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്.